കേരളത്തിൽ BJP ഇടം പിടിക്കുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ സൂചന ഒരുപക്ഷെ ലഭിക്കാൻ പോകുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്നായിരിക്കും. ഉറപ്പാണ്. BJP ഇടം പിടിച്ചല്ലേ ഉള്ളത്. 20% വോട്ട് നേടിയോടുകൂടി തന്നെ സുരേഷ് ഗോപി ജയിച്ചോടുകൂടി തന്നെ BJP ഇടം പിടിച്ച് 2014 ഇലക്ഷൻ രാജേട്ടൻ ജയിച്ചോടുകൂടി തന്നെ ഇടം പിടിക്കേണ്ട ആവശ്യം ഇനിയില്ല. ഇനിയും ഉള്ള അത് കൈമോശം അതവരുടെ കയ്യിലിരിപ്പുണ്ടാവും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പുള്ള പാർട്ടിയാണ് BJP. കോൺഗ്രസിനെക്കാട്ടും ഗ്രൂപ്പാണ് ഇപ്പോൾ. സീരിയസ്ലി. അപ്പം ഭയങ്കര വെനമസ് ആയിട്ടുള്ള ഗ്രൂപ്പുണ്ട് ഇതിൽ. അതിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ടാണ് അവർ ക്ലച്ച് പിടിക്കാത്തത്. കാരണം ഹിന്ദു ഫോൾഡിലേക്ക് അവർ പ്രതീക്ഷിച്ച വേഗത്തിൽ അവശേഷിക്കുന്ന ഹിന്ദു ഫോൾഡിലേക്ക് എത്താൻ അവർക്ക് പറ്റുന്നില്ല. അതിന് പ്രധാനപ്പെട്ട അവരുടെ ഇടയിലെ ജാതി ചിന്തയാണ്. പിന്നെ ഒരു ലീഡറിനെ അംഗീകരിക്കാനുള്ള പാട്, പിന്നെ ഒരു അധികാരത്തിൽ വന്നാൽ കിട്ടുന്ന സുഖങ്ങളെല്ലാം അവർക്ക് ഇപ്പം കിട്ടുന്നുണ്ട്. കേന്ദ്രത്തിൽ അധികാരമുണ്ട്, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എന്നുള്ള സംഭവം. മറ്റേ പ്രതിപക്ഷ കക്ഷികൾ ഭയങ്കര CPM പണ്ട് വളരെ സ്ട്രോങ് ആയി, 3 സംസ്ഥാനങ്ങളിലുള്ള സ്ട്രോങ് ആയ പാർട്ടിയായിരുന്നു. ഇന്നത് കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി. അപ്പോൾ അതിന് ദേശീയ തലത്തിൽ അതിന് ബാർഗൈനിങ് പവർ കുറവാണ്. കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിരുന്ന പാർട്ടി ഇന്ന് ഏതാനും സംസ്ഥാനങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങി. കോൺഗ്രസിലായി തുടർച്ചയായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്നു. ഒരു തെരുവിലെ ശക്തി പ്രകടനത്തിൻ്റെ കാര്യത്തിലൊക്കെ കോൺഗ്രസ് BJPയുടെ പിന്നാലെ വരുള്ളൂ. അപ്പോൾ ആ രീതിയിൽ BJPക്കാരെ സംബന്ധിച്ച് അവർക്ക് കിട്ടേണ്ടതൊക്കെ അപ്പം കിട്ടുന്നുണ്ട്. സീറ്റ് മാത്രം കിട്ടുന്നില്ല, വോട്ട് ഷെയറും കൂടുതൽ. അവർ പൊതുവേ ഹാപ്പിയാണ്. പിന്നെ ഇടയ്ക്ക് സുരേഷ് ഗോപിയൊക്കെ ജയിച്ചാൽ മതി. അല്ല, അതുകൊണ്ടല്ലേ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഇനി വോട്ട് വിഹിത വർധനവല്ല സീറ്റ് നേടുക. അല്ല, ആ രീതിയിൽ അവർ ചില ടാർഗറ്റ് ചെയ്ത് അവർ ശ്രമിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ, ചില പഞ്ചായത്തുകളൊക്കെ. അപ്പോൾ പഞ്ചായത്തുകളുടെ എണ്ണവും മുനിസിപ്പാലിറ്റികളുടെ എണ്ണവും ഒക്കെ കൂടും. കോർപ്പറേഷനുകളുടെ ഒരു സാന്നിധ്യം വർദ്ധിപ്പിക്കും. പക്ഷേ കോർപ്പറേഷൻ അതും കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. തിരുവനന്തപുരം പ്രതീക്ഷ സാധ്യത കുറവാണ്. 2 കാര്യം കൊണ്ടാണ്. ഒന്ന്, CPMൻ്റെ കൗൺസിലേഴ്സ് ഇമ്മൻസ്ലി പോപ്പുലറാണ്, മത്സര സ്ഥാനാർത്ഥികളും. അവർക്ക് ആ ഒരു സിസ്റ്റം ഉണ്ട്. അത് നിങ്ങളുണ്ടല്ലോ, ഇരുന്ന് പഠിക്കേണ്ടതാണ്. ഒരാൾ 2 തവണ മത്സരിച്ച് അടുത്ത തവണ അയാളെ മാറ്റുന്നുണ്ടെങ്കിൽ മറ്റാൾ റെഡി ആയിക്കണം മതി. പിന്നെ അയാൾ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഉള്ളിലധികം കിടന്ന് വലിയില്ല. അത് ഇപ്പം പിന്നെ AK സെൻ്ററെന്ന് വിചാരിച്ചാലേ CPMമാർ വലിക്കുള്ളൂ, അല്ലെങ്കിൽ അവർ വലിക്കില്ല. വലിച്ചാൽ പിന്നെ അവരില്ല. മനസ്സിലായില്ലേ? അപ്പം അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. BJPക്ക് ആ രീതിയിൽ എത്താൻ പറ്റുന്നില്ല. അപ്പോൾ RSS ആ രീതിയിൽ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന സംഘടന ആണെങ്കിൽ പോലും അധികാരത്തിലില്ലാത്തപ്പോൾ അധികാരം പിടിക്കണമെങ്കിൽ കുറച്ചും കൂടി ഇറങ്ങി പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട്, ക്രിയാത്മകമായി. ആ ഒരു പ്രവർത്തനം കേരളത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ആ രീതി നടക്കുന്നില്ല. കോൺഗ്രസിൻ്റെ ദൗർബല്യം കൊണ്ട് കിട്ടിയ മണ്ഡലങ്ങൾ അവർ നിലനിർത്തുന്നുണ്ട്, വാർഡുകൾ അവർ നിലനിർത്തുന്നുണ്ട്. അവിടെ ചില നല്ല കൗൺസിലേഴ്സും ഉണ്ട്, അവരുടെ നിർത്തിയാൽ ജയിക്കുകയും ചെയ്യും. പിന്നെ കൊള്ളാവുന്ന ചില ആളുകളെ ഒക്കെ അവർ ചില ടാക്ടിക്കലായ ചില മൂപ്പം. ഇവിടെ ഇപ്പോൾ നമ്മുടെ സമ്പത്തിൻ്റെ ഏട്ടന അനിയനാണ് ഇവിടെ സ്ഥാനാർത്ഥിയാക്കി, കസ്തൂരിനെ സ്ഥാനാർത്ഥി വൈതക്കടാക്കിയതുപോലെ ചില നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിലുപരിയായിട്ട് ജനങ്ങൾ ബേസിക്കലി ഈ നഗരത്തിൽ ആരാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? നിങ്ങളെപ്പോലുള്ള ചില നിങ്ങൾ വോട്ട് ചെയ്യാൻ പോയോ? ശരിക്കും ഞാൻ വോട്ട് ചെയ്യും. ശരിക്കും ചെയ്തോ? ഇങ്ങനെയുള്ള ചില ആളുകൾ വോട്ട് ചെയ്യാൻ പോകുന്നതല്ലാതെ ഈ പറഞ്ഞ ഫ്ലാറ്റിലൊന്നും ജീവിക്കുന്ന മധ്യഭാഗമൊന്നും വോട്ട് ചെയ്യാൻ പോകില്ല. ഹൈ ക്ലാസ് തീരെ പോകില്ല. അവർ വോട്ട് ചെയ്യാൻ പോയില്ലേ അവരെ കാര്യം നടക്കും. വോട്ട് ചെയ്യാൻ പോകുന്നത് കോളനിയിലൊക്കെ ഉള്ള പാവങ്ങളാണ്. അവർക്ക് അതിനെക്കുറിച്ച് ബോധമുണ്ട്, പൗരാവകാശം. ബോധമുണ്ട്. അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പിടിവള്ളി ഇലക്ഷനാണ്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതല്ല. ഒരു സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനായിരിക്കും, അവൻ്റെ കാര്യം ആരും അടിച്ചാലും നടക്കും. അല്ലെങ്കിൽ വലിയ ബിസിനസ് തന്നെ ആയിരിക്കും, അവൻ്റെ കാര്യം നടക്കും. അപ്പോൾ അവരാർക്കാണ് വോട്ട് ചെയ്യാം? അവരുടെ ജീവിതത്തിൽ നിരന്തരം എല്ലാ കാര്യത്തിനും ഇടപെടുന്ന ഈ IP വിനുവിനെയൊക്കെ പോലുള്ള IP വിനു എന്ന് കഴിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അറിയില്ല. ഈ IP വിനു ഈ പറഞ്ഞ നമ്മളെയൊക്കെ പോലെ മീഡിയയിലൊക്കെ വരുന്ന ആളുകൾ ഇഷ്ടമില്ലാത്ത ആളാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ അയാളോടും ഉണ്ടാവില്ല, അയാൾ എന്നോടും ഉണ്ടാവില്ല. പിന്നെ പക്ഷേ IP നന്നായിട്ട്, ഞാൻ അയാളെ നമ്മൾ എല്ലാവരെയും പുറത്തുനിന്ന് ഒബ്സർവ് ചെയ്യുമല്ലോ, IP നന്നായിട്ട് ആ ഏരിയയിൽ കളിക്കുന്ന ഒരാളാണ്. അയാളൊരു പക്ക പിണറായി ഇഷ്ടമാണ്. ഈ അതായത് യൂണിവേഴ്സിറ്റി കോളേജ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ IP പോലുള്ള സ്ഥാനത്ത് IP-നെയൊക്കെ തോൽപ്പിക്കാൻ പാടാണ്. കാരണം എല്ലാവരെയും ലൈഫിൽ അയാൾ എത്തുന്നുണ്ട്. എതിരാളികൾക്ക് അയാൾ ഭയങ്കര വില്ലനാണ്. പക്ഷേ അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളുണ്ട് അവർ. ഇപ്പം ദീപക് പേട്ടയിൽ മത്സരിക്കും. ദീപക് ഈ പറഞ്ഞ IP-ൻ്റെ അത്ര ഒരു ക്യാരക്ടറല്ല, കുറച്ചുകൂടി പോളിഷ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ദീപക് എല്ലായിടത്തും എത്തുന്ന ഒരാളാണ്. മനസ്സിലായി? അങ്ങനെയുള്ള കുറേ സ്ഥാനാർത്ഥികൾ അവർ നിർത്തിയിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിൽ. അപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം BJP പലപ്പോഴും കോൺഗ്രസ് ആണ് അവരുടെ മാതൃക, CPM അല്ല. RSSൻ്റെ മാതൃക CPM ആയിരിക്കും, കാരണം സംഘടന പ്രവർത്തന രീതിയിൽ. പക്ഷേ BJPയുടെ മാതൃക കോൺഗ്രസ് ആണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ വെള്ള ഡ്രസ്സും ഒക്കെ ഇട്ട് എല്ലാ സ്ഥലത്തും എത്തും. പക്ഷേ ഇവരെ പോലെ ഇറങ്ങിയുള്ളൊരു പ്രവർത്തനം
അത് അത്രത്തോളം വരുന്നില്ല. എങ്കിലിത് പിടിക്കാൻ പറ്റില്ല. CPM ഇതൊക്കെ ചെയ്യാൻ പറ്റും. മുമ്പ് AKGനെ പോലുള്ള ആളുകൾ ഭരണമില്ലാത്ത സമയത്ത് അവർ നടത്തി ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ് അവർക്ക് അധികാരത്തിലെത്താൻ പറ്റിയത്. BJP ഭരണമല്ല. ഇപ്പം LDF അല്ല CPMമാർക്ക് ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം അവർക്ക് ഭരണം കൂടിയുണ്ട്, പിന്നെ ഈ കമ്മിറ്റ്മെൻറ്റ് ട്രെയിനിങ് കൂടിയുണ്ട്. പക്ഷേ അതേസമയം തന്നെ പിന്നെ ഈ ഇതുണ്ടല്ലോ, എന്താണ്, ഭരണത്തിൻ്റെ ഒരു ബാക്കിങ് കൂടി വരുമ്പോൾ അവർക്ക് വലിയ രീതിയിൽ ചെയ്യാൻ പറ്റും. ചെറിയൊരു എഫേർട്ടിന് വലിയ റിസൾട്ട് ഉണ്ടാകും. കാരണം അവർ കാലാകാലം ചെയ്യുന്ന. ഇപ്പോൾ BJP ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പണ്ട് AKG ഉണ്ട്, വീട് കെട്ടി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തില്ല. അതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുക. ജനകീയമായ പ്രശ്നങ്ങൾ സമരം ചെയ്യണമെന്നില്ല, പ്രശ്നങ്ങൾ ഏറ്റെടുത്തിട്ട് അതിന് ഫലം ഉണ്ടായി കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ അവർക്ക് CPM മുട്ടാനുള്ളൊരു ശേഷിയാവും. അപ്പോൾ സാമ്പ്രദായിക രീതിയിൽ ഇനി എത്രമാത്രം പോകുന്നുള്ളതിൻ്റെ റിസൾട്ട് ഇപ്പം വരാൻ പോകുന്നതാണ്. BJP പിന്നോട്ടൊന്നും പോവില്ല. പക്ഷേ വിചാരിച്ച രീതിയിൽ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാവില്ല എന്ന് മാത്രം. പക്ഷേ ഈ കോർപ്പറേഷൻ നേടിയില്ലെങ്കിൽ അവരുടെ കണക്ക് കൂട്ടലുകൾ നിയമസഭയിലേക്ക് തെറ്റത്തില്ലേ? അതൊന്നുമില്ല. അത് രണ്ടാണ്. നിയമസഭ വേറൊരു പാറ്റേണിൽ വരുന്ന വോട്ടാണ്. നിയമസഭയിൽ മൊത്തം പെർഫോമൻസ്, അത് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ പെർഫോമൻസ്, ഇതൊക്കെ നോക്കിയിട്ട് പിന്നെ രാജീവ് എന്നുള്ള നേതാവിനെ നോക്കിയിട്ട് കിട്ടുന്ന വോട്ടുകളാണ്. ഇതധികവും വാർഡ് തലത്തിലുള്ള പ്രശ്നങ്ങളും ഫെമിലിയറായിട്ടുള്ള. അപ്പോൾ നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആയിരുന്നു സ്ഥാനാർത്ഥികളെ കാണാൻ, ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. ഇത്രയും നമുക്ക് അറിയുന്ന ആളുകളായിരിക്കും സ്ഥാനാർത്ഥികൾ. ഈ നോട്ടല്ലല്ലോ ഇതിന്. നോട്ടൻ്റെ പല സ്ഥലത്തും നോട്ട ജയിച്ചു പോവുകയായിരുന്നു. കാരണം ആളുകൾ അത്രയും കൺഫ്യൂസ്ഡ് ആവും. വേണ്ടപ്പെട്ട ആളുകളെല്ലാം ഒരേപോലുള്ള ആളുകളായിരിക്കും. പിന്നെ ആളുകൾ ഫൈനലി ചിഹ്നം നോക്കി കുത്തുക. അങ്ങനെയൊക്കെയാണ് അതിൽ സംഭവിക്കുക. ഇത് കൗണ്ട് ചെയ്യേണ്ട. അത് BJPയെ സംബന്ധിച്ചിടത്തോളം അതൊരു എഫക്റ്റീവ് അല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് ഇലക്ഷൻ അടി കിട്ടി കഴിഞ്ഞാൽ അവർക്ക് അത് വലിയ ക്ഷീണമായിപ്പോകും. CPMനെ സംബന്ധിച്ചിടത്തോളം നെക്ക് വന്നപ്പോൾ അത് വലിയൊരു ഊർജ്ജമാണ്. കാരണം ഈ ഒരുപാട് വിഷയങ്ങൾ, ശബരിമല പോലുള്ള വിഷയങ്ങൾ കൊണ്ടുവന്ന് അവരെ ഭയങ്കര ബാക്ക് ഫുട്ടിലാക്കാൻ നോക്കിയതാണ്. ദിലീപിൻ്റെ കേസിലാണെങ്കിൽ വന്ന വിധി അത്രത്തോളം ഗവൺമെൻറ് ആഗ്രഹിച്ചൊരു വിധിയാണെന്ന് തോന്നുന്നില്ല. കാരണം അതിൻ്റെ ആ കേസിൻ്റെ പോക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുന്നു. എന്നിട്ട് പോലും ഒരു നെക്ക് വന്നതിന് CPMനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം തരും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ലൊരു കംഫർട്ടബിൾ വിജയം അല്ലെങ്കിൽ അത് വളരെ നെഗറ്റീവായിട്ട് അവരുടെ മൊബൈലിനെ ബാധിക്കും. അതാണ് ഒരവസ്ഥ. BJP മോശമാവില്ല. പല മുനിസിപ്പാലിറ്റികൾ അവർ നേടും. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ അവർ കൂടുതൽ നേടും. പഞ്ചായത്ത് വാർഡുകൾ അവർ കൂടുതൽ നേടും. കൂടുതൽ പഞ്ചായത്തുകൾ നേടും. പക്ഷേ ഇതും കോർപ്പറേഷൻ പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കോൺഗ്രസിന് വലിയ നേട്ടം ഉണ്ടാകുമെന്ന് തോന്നുന്നു. കോൺഗ്രസ് നേട്ടം ഉണ്ടാകുമെന്ന് തോന്നുന്നു. തിരുവനന്തപുരത്തൊക്കെ അവർ സീറ്റ് വർദ്ധിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അവർ എത്രത്തോളം വോട്ട് കൺവേർട്ട് ആകുമെങ്കിൽ അവർ മുമ്പില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനം അവർ കാഴ്ചവെച്ചിട്ടുണ്ട് കോർപ്പറേഷൻ ഏരിയയിൽ. ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. വലിയ മുമ്പുള്ള പോലെ റിബൽസ് ഇല്ല. പിന്നെ ആ രീതിയിൽ അവർ BJP മുമ്പെടുത്തൊരു തന്ത്രം അവരെടുക്കുന്നുണ്ട്. BJP ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് വളരെ ഊർജ്ജസ്വലരായിട്ടുള്ള ആളുകളെ പ്രഖ്യാപിച്ച് അത് കഴിഞ്ഞിട്ടാണ് CPM ചെയ്തിട്ടുണ്ട്. ആര്യ രാജേന്ദ്രനൊക്കെ നിർത്തിയത്. ആ രീതിയിലുള്ള മൂവ് അവർ നടത്തിയിട്ടുണ്ട്. പിന്നെ മുരളീധരൻ വളരെ കാര്യമായിട്ട് കിടന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരും സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ആര്യ രാജേന്ദ്രൻ മേയറായിട്ടിരിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തികളൊക്കെ CPMന് തിരിച്ചടി ഉണ്ടാക്കത്തില്ലേ? അതങ്ങനെയൊന്നും പറയാം. ഇവിടെ ഏത് മേയറിനെയാണ് നിങ്ങൾ ക്ലാപ്പ് ചെയ്തിട്ടുള്ളത്? CS ചന്ദ്രയ്യനെ തോന്നുന്നു. അവരെ നിങ്ങൾ ക്ലാപ്പ് ചെയ്തോ? നിങ്ങൾ ജയൻ ബാബുവിനെ ക്ലാപ്പ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ശിവൻകുട്ടിനെ ക്ലാപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആര്യ രാജേന്ദ്രൻ നല്ല മേയറായിരുന്നു. അത്രയേ ഉള്ളൂ. CPM ഭരിക്കുമ്പോൾ ആരും നിങ്ങളല്ല ഞാനല്ല ആരും ഇരുന്നില്ല. അവരുടെ സിസ്റ്റം ഉണ്ട്, അതാണ് ഭരിക്കുക. അപ്പോൾ അത് പൊതുവേ അത്ര മോശമാവുകയില്ല. ആര്യത്തിന് മോശമൊന്നായില്ല. നിങ്ങൾ ആര്യ ഒരു കൊച്ചായതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷിച്ചു. ശത്രുക്കളൊരു കൊച്ചായതുകൊണ്ട് ഭയങ്കരമായിട്ട് ഡൗൺഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചു. അതാണ് കാര്യം. അവരത്ര മോശം ഒരു അഡ്മിനിസ്ട്രേറ്റർ എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ഡിഗ്രി പഠിക്കുന്ന ഒരു കൊച്ച് മേയറായി വരുമ്പോൾ ഉദ്ദേശിച്ച അത്ര നെഗറ്റീവോ ദുരന്തങ്ങളോ ഉണ്ടായിട്ടില്ല. പിന്നെ പാർട്ടിക്കാർ ഉദ്ദേശിച്ച അത്ര ഭയങ്കരമായിട്ട് എല്ലാം അരവിന്ദ് കെജ്രിവാളിനെ പോലെ മറയ്ക്കുമെന്ന് ആരെയും വിചാരിച്ചിട്ടുണ്ട്. അത് അവർക്ക് പറ്റിയിട്ടില്ല. ആർക്കും പറ്റിയില്ല. ആഫ്റ്റർ ഓൾ അവരുടെ പെർഫോമൻസ് ഫസ്റ്റ് ക്ലാസ് മാർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.